ഹലോ എവരി വൺ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫ്രീ ഹാൻഡ് ഡ്രോയിങ് എന്നുള്ള ഭാഗമാണ്. അപ്പം ചില ഡ്രോയിങ്ങുകളൊക്കെ നമുക്ക് ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ് ചെയ്യാതെ പെൻസിൽ മാത്രം യൂസ് ചെയ്തിട്ട് എങ്ങനെ ഡിസൈൻ ചെയ്തെടുക്കാം എന്നുള്ളതാണ് നമ്മളിവിടെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത്. അപ്പോൾ അതിന് ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ അറിയേണ്ടത് ചില ലൈൻസിൻ്റെ ഡ്രോയിങ് ആണ്. അതായത് പാരലൽ ആയിട്ടുള്ള, അതുപോലെ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള, അല്ലെങ്കിൽ വെർട്ടിക്കൽ ആയിട്ടുള്ള, ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ലൈൻസിനെ എങ്ങനെ മേക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഹൊറിസോണ്ടൽ ലൈൻസിനെ നമുക്ക് വരയ്ക്കുന്ന രീതിയാണ്. അപ്പോൾ ഹൊറിസോണ്ടൽ ലൈൻസ് വരയ്ക്കാൻ വേണ്ടി ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് AB എന്നുള്ള ഹൊറിസോണ്ടൽ ലൈൻസ് ആവശ്യമായിട്ടുള്ളത് ഇങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ടത് നമുക്ക് ആ ലൈൻസ് ഇപ്പോൾ ഒരു തെറ്റും കൂടാതെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് AB എന്നുള്ള ഒരു ലൈനും അതുപോലെ CD എന്നുള്ള മറ്റൊരു ലൈനും വെർട്ടിക്കലായിട്ട് വരയ്ക്കുക. എന്നിട്ട് AB-യിലും CD-യിലും 5 മില്ലിമീറ്റർ ഡിസ്റ്റൻസിൽ നമ്മൾ എന്ത് ചെയ്യാം, പോയിൻറ്റ്സ് മാർക്ക് ചെയ്യാം. ഓക്കെ, അതാണ് പറഞ്ഞത്. സ്കെച്ച് ടു വെർട്ടിക്കൽ ഗൈഡ് ലൈൻസ് AB ആൻഡ് CD. അതുപോലെ ABയും CDയും വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വളരെ ലൈറ്റായിട്ടുള്ള തിന്നായിട്ടുള്ള ലൈൻസ് വേണം വരയ്ക്കാൻ. അതിലാണ് നമ്മൾ 5 മില്ലിമീറ്റർ ഇൻ്റർവൽസ് ഇടവിട്ടിട്ട് പോയിൻറ്റ്സ് മാർക്ക് ചെയ്യാൻ. അതിനുശേഷം ഈ ലൈനുകളിലുള്ള AB-യിലുള്ള ലൈനും അതുപോലെ CD-യിലുള്ള പോയിന്റുകളും തമ്മിൽ ജോയിൻ ചെയ്യുക. AB-യിലെ പോയിൻറ്റ്സും CD-യിലെ പോയിൻറ്റ്സും തമ്മിൽ ജോയിൻ ചെയ്യുക. അങ്ങനെയാണ് നമുക്ക് പാരലൽ ലൈൻസ്, ഹൊറിസോണ്ടൽ ആയിട്ടുള്ള പാരലൽ ലൈൻസ് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് ലെങ്തി ലൈൻസ് ആണെങ്കിൽ നമ്മൾ പെൻസിൽ കണ്ടിന്യൂസ് ആയിട്ട് മൂവ് ചെയ്തിട്ടായിരിക്കും നമ്മളത് കംപ്ലീറ്റ് ചെയ്യുക ലൈന്. ഇനി ചെറിയ ഷോർട്ട് ലൈൻസ് ആണ് എങ്കിൽ നമ്മൾ കൈ ഒറ്റ ഇതിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ വരയ്ക്കുമ്പോൾ എല്ലാ ഭാഗത്തും യൂണിഫോം ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരേപോലെയുള്ള ബലം അല്ലെങ്കിൽ പ്രഷർ അപ്ലൈ ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ലെഫ്റ്റ് ടു റൈറ്റ് ആയിരിക്കണം നമ്മൾ വരയ്ക്കേണ്ട ഡയറക്ഷൻ. ഡ്രോയിങ്ങിൽ നമ്മൾ വരയ്ക്കേണ്ട ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ടു റൈറ്റ് ആയിരിക്കണം. അതുപോലെ നമ്മൾ രണ്ട് പോയിൻറ്റ്സുകിടയിൽ നമ്മൾ ലൈൻസ് വരയ്ക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധ എപ്പോഴും രണ്ടാമത്തെ പോയിന്റിലായിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ ഫസ്റ്റ് പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ആ പോയിന്റിൽ തന്നെ നമുക്ക് രണ്ടാമത്തെ പോയിന്റിൽ തന്നെ ലൈൻ വന്ന് എത്തിച്ചേരുകയുള്ളൂ. ഓക്കെ, ഇനി വരയ്ക്കാൻ പോകുന്നത് വെർട്ടിക്കൽ ലൈൻസ് ആണ്. വെർട്ടിക്കൽ ലൈൻസ് വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള AB എന്നുള്ള അതുപോലെ തന്നെ CD എന്നുള്ള രണ്ട് ലൈൻസ് ആണ് വരയ്ക്കേണ്ടത്. ഇവയിൽ ഇതുപോലെ 5 മില്ലിമീറ്റർ ഗ്യാപ്പിൽ നമ്മൾ പോയിൻറ്റ്സ് മാർക്ക് ചെയ്യുക. അതിനുശേഷം AB-യിലെയും CD-യിലെയും പോയിൻറ്റ്സ് തമ്മിൽ ജോയിൻ ചെയ്ത് നമ്മൾ ലൈൻസ് വരയ്ക്കുക. അപ്പോൾ വരയ്ക്കേണ്ട ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ അപ്പ് ടു ഡൗൺ ആണ്. ഓക്കെ, ടോപ്പ് ടു ബോട്ടം, അതായത് ടോപ്പ് സൈഡിൽ നിന്ന് താഴേക്ക് ആയിരിക്കണം നമ്മളെ വരയ്ക്കേണ്ട ഡയറക്ഷൻ എപ്പോഴും. ഇനി ഒരു സർക്കിളാണ് നമ്മളോട് വരയ്ക്കാൻ പറഞ്ഞതെങ്കിൽ 50 മില്ലിമീറ്റർ ഉള്ള ഒരു സർക്കിൾ, അല്ലെങ്കിൽ നമുക്ക് ഏതൊരു ഡയമീറ്ററിലുള്ള സർക്കിൾ വരയ്ക്കാൻ പറഞ്ഞാലും ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് കറക്റ്റായിട്ട് പ്രൊട്രാക്ടർ യൂസ് ചെയ്യാതെ എങ്ങനെ സർക്കിൾ വരയ്ക്കാം എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് എത്രയാണോ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഡയമീറ്റർ, ആ ഡയമീറ്റർ ലെങ്ത് ഉള്ള അല്ലെങ്കിൽ സൈഡായിട്ടുള്ള ഒരു സ്ക്വയർ നമ്മൾ വരയ്ക്കുക. ഒരു സ്ക്വയർ ബോക്സ് വരയ്ക്കുക. ആ സ്ക്വയർ ബോക്സിൻ്റെ സെൻറ്റർ നിന്ന് അതിൻ്റെ മറ്റ് 4 വശങ്ങളിലേക്കും പെർപെൻഡിക്കുലേഴ്സ് വരച്ച് ഇവിടെ മാർക്ക് ചെയ്ത് വെക്കുക. അതിനുശേഷം ഈ ബോക്സിൻ്റെ കോർണേഴ്സ് തമ്മിൽ ജോയിൻ ചെയ്യുക. കോർണേഴ്സ് ജോയിൻ ചെയ്തിട്ട് അതിലേക്ക് ഇതിൻ്റെ റേഡിയസ്, സർക്കിളിൻ്റെ റേഡിയസ് മാർക്ക് ചെയ്യാം. സർക്കിളിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് ഈ സ്ക്വയറിൻ്റെ ഒരു സൈഡിൻ്റെ പകുതിക്ക് ഈക്വൽ ആയിരിക്കും. ഓക്കെ, അത് കോമ്പസിൽ എടുത്തിട്ട് ഇവിടെ സർക്കിളിൻ്റെ റേഡിയസ് ഈ ലൈനുകളിൽ മാർക്ക് ചെയ്യുക. അതിനുശേഷം പെൻസിൽ യൂസ് ചെയ്തിട്ട് ആ പോയിൻറ്റ്സ് എല്ലാം കൂടെ ഒന്നിച്ച് കർവ് മേക്ക് ചെയ്യുക. ആ കർവ് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് പൂർണ്ണമായിട്ടുള്ള സർക്കിൾ കിട്ടും. സർക്കിൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ആവശ്യമില്ലാത്ത നമ്മൾ കൺസ്ട്രക്ഷൻ ഉപയോഗിച്ച് മറ്റ് വരകളെല്ലാം മായ്ച്ച് കളയുക. അപ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സർക്കിൾ മേക്ക് ചെയ്തെടുക്കാൻ പറ്റും.
ഓക്കെ. അപ്പം ഇവിടെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ സൈഡ് ഓഫ് ദി സ്ക്വയറിൻ്റെ സൈഡ് എന്ന് പറയുന്നത് എപ്പോഴും സർക്കിളിൻ്റെ ഡയമീറ്ററിനോട് ഈക്വൽ ആയിരിക്കും. അതുപോലെ തന്നെ റേഡിയസ് ഓഫ് ദി സർക്കിളിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് എപ്പോഴും സ്ക്വയറിൻ്റെ സൈഡിൻ്റെ പകുതിക്ക് ഈക്വൽ ആയിരിക്കും. ഓക്കെ. ഇനി നമുക്ക് ഒക്ടഗൺ എങ്ങനെയാണ് വരയ്ക്കേണ്ടത് നോക്കാം. ഒക്ടഗൺ എന്ന് പറയുന്നത് 8 ഭാഗങ്ങളുള്ള അല്ലെങ്കിൽ 8 സൈഡുകളുള്ള രൂപമാണ്. അപ്പോൾ ആ 8 സൈഡുകളുള്ള ഒക്ടഗൺ എങ്ങനെ വരയ്ക്കാം നോക്കാം. നമ്മൾക്ക് തന്നിരിക്കുന്നത് 36 മില്ലിമീറ്റർ സൈഡുള്ള ഒരു ഒക്ടഗൺ വരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് AB എന്നുള്ള 36 മില്ലിമീറ്റർ ഉള്ള ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുക. അതിൽ നിന്ന് എയിൽ നിന്ന് ഒരു 45 എക്സ്റ്റേണൽ ആംഗിളോ അല്ലെങ്കിൽ 135 ഇൻറ്റേർണൽ ആംഗിളോ ഉള്ള ഒരു ലൈൻ വരയ്ക്കുക. അതുപോലെ ബിയിൽ നിന്നും 45 ഇൻക്ലൈൻ ചെയ്തിട്ടൊരു ലൈൻ വരയ്ക്കുക. ആ ലൈനിലേക്ക് എ ബി എന്നുള്ള ഡിസ്റ്റൻസ് എടുത്തിട്ട് ആ ഡിസ്റ്റൻസിന് തുല്യമായിട്ടുള്ള ഒരു പോയിന്റ് എച്ച് എന്നുള്ളത് ഇവിടെ മാർക്ക് ചെയ്യുക. അതുപോലെ ബിയിൽ നിന്നും എ ബിക്ക് തുല്യമായിട്ടുള്ള ഒരു കറക്റ്റ് പോയിന്റ് സി എന്നുള്ളത് മാർക്ക് ചെയ്യുക. അതിനുശേഷം എച്ചിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുക. അതുപോലെ സിയിൽ നിന്നും ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുക. ഓക്കെ. അതിനുശേഷം എ ബി എന്നുള്ള ഈ ഒരു ഡിസ്റ്റൻസ് തന്നെ ഇവിടെ ജിയും മാർക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഡിയിലും ഡി ആയിട്ടും മാർക്ക് ചെയ്യുക. ഓക്കെ. നെക്സ്റ്റ് ജിയിൽ നിന്ന് ബി സിക്ക് പാരലായിട്ടുള്ള ഒരു ലൈൻ വരയ്ക്കുക. അതുപോലെ ഡിയിൽ നിന്ന് എച്ചിന് പാരലായിട്ടുള്ള ഒരു ലൈൻ വരയ്ക്കുക. അതിനുശേഷം എ ബി എന്നുള്ള ഡിസ്റ്റൻസ് ഡിയിൽ നിന്ന് ഇ ആയിട്ട് മാർക്ക് ചെയ്യുക. അതുപോലെ ജിയിൽ നിന്ന് എഫിലും മാർക്ക് ചെയ്യുക. ഫൈനലി എഫും ഇയും കൂടെ തമ്മിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ള എ ബി സി ഡി ഇ എഫ് ജി എച്ച് എന്നുള്ള ഒക്ടഗൺ രൂപീകരിക്കപ്പെടും. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് എലമെൻറ്റ്സ് ഓഫ് എലിപ്സ് ആണ്. എലിപ്സ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. അപ്പോൾ എലിപ്സിൻ്റെ രൂപം എന്ന് പറയുന്നത് ഒരു സർക്കിൾ അല്ല. കാരണം സർക്കിളിൻ്റെ എല്ലാ ഭാഗത്തെയും എല്ലാ റേഡിയസും സെയിം ആയിരിക്കും. പക്ഷേ എലിപ്സിൻ്റെത് റേഡിയസ് സെയിം അല്ല. അതായത് ഒരു ഭാഗത്തേക്കുള്ള ലെങ്ത്ത് കൂടുതലും ഒരു ആക്സിസിൻ്റെ ലെങ്ത്ത് കുറവായിരിക്കും. അതായത് ലെങ്ത്ത് കൂടിയ ആക്സിസിനെ നമ്മൾ മേജർ ആക്സിസ് എന്നും ലെങ്ത്ത് കുറഞ്ഞ ആക്സിസിനെ നമ്മൾ മൈനർ ആക്സിസ് എന്നാണ് പറയാറുള്ളത്. ഓക്കെ. അപ്പോൾ നമുക്ക് ഇത് ഓരോ ഭാഗങ്ങൾ എന്താണെന്നുള്ളത് പരിചയപ്പെടാം. ഒരു എലിപ്സിൻ്റെ എലമെൻറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് പരിചയപ്പെടാം. ഫസ്റ്റ് മേജർ ആക്സിസ് ആണ്. മേജർ ആക്സിസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ലോങ്ങസ്റ്റ് ഡിസ്റ്റൻസ് വിച്ച് പാസസ് ത്രൂ ദ സെൻറ്റർ അറ്റ് റൈറ്റ് ആംഗിൾ ടു ദ ഫിക്സഡ് ലൈൻ കോൾഡ് ദ ഡയറക്ട്രിക്സ്. എ ബി ഈസ് ദ മേജർ ആക്സിസ്. അതായത് നമ്മളൊരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു ലൈൻ ഇവിടെ ഒരു എലിപ്സിൻ്റെ പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഡയറക്ട്രിക്സിന് പെർപെൻഡിക്കുലറായിട്ട് സർക്കിളിൻ്റെ എലിപ്സിൻ്റെ സെൻറ്ററിലൂടെ കടന്നു പോകുന്ന ആക്സിസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മേജർ ആക്സിസ് എന്ന് പറയുന്നത്. മേജർ ആക്സിസിനായിരിക്കും കൂടുതൽ ലെങ്ത് ഉണ്ടാവുക. ഓക്കെ. ഇനി മൈനർ ആക്സിസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ മാക്സിമം ഡിസ്റ്റൻസ് വിച്ച് ബൈസെക്ട് ദ മേജർ ആക്സിസ് അറ്റ് റൈറ്റ് ആംഗിൾ. ഇറ്റ് വിൽ ബി പാരലൽ ടു ദ ഡയറക്ട്രിക്സ്. അതായത് ഡയറക്ട്രിക്സിന് പാരലലായിട്ട് മേജർ ആക്സിസിനെ പെർപെൻഡിക്കുലറായിട്ടും വരയ്ക്കുന്ന ലൈനാണ് മൈനർ ആക്സിസ് എന്ന് പറയുന്നത്. ഇത് മേജർ ആക്സിസിനേക്കാളും കുറവായിരിക്കും. ഓക്കെ. അപ്പോൾ സി ഡി ആണ് ഇവിടെ മൈനർ ആക്സിസ്, എ ബി ആണ് മേജർ ആക്സിസ്. ഇനി ഡയറക്ട്രിക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ സ്ട്രെയിറ്റ് ലൈൻ പെർപെൻഡിക്കുലർ ടു ദ മേജർ ആക്സിസ്. മേജർ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു ഫിക്സഡ് ലൈനിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡയറക്ട്രിക്സ് എന്ന് പറയുന്നത്. ഫോക്കസ് എന്ന് പറയുന്നത് ഇവിടെ ഒരു എലിപ്സിന് 2 ഫോക്കസുകളാണ് ഉണ്ടാവുക, F1 ആൻഡ് F2. When an arc is drawn with C or D as a center and radius equal to half of the major axis, that is 2AB. അപ്പോൾ നമ്മളിവിടെ ഈ ഒരു എ ബിക്ക് പകുതി, ഏത് എ ബിയുടെ മേജർ ആക്സിസിൻ്റെ പകുതി റേഡിയസ് എടുത്തിട്ട് നമ്മൾ ഒരു ആർക്ക് വരയ്ക്കുകയാണെങ്കിൽ സി സെൻറ്റർ ആക്കി വെച്ചിട്ട് മേജർ ആക്സിസിൻ്റെ പകുതി, അതായത്
ഈ ഒരു പകുതി നമ്മൾ കോമ്പസിൽ എടുത്തിട്ട് സി സെൻറ്റർ ആക്കി വെച്ച് ഒരു ആർക്ക് വരയ്ക്കുകയാണെങ്കിൽ ആ ആർക്ക് മേജർ ആക്സിസിനെ 2 പോയിന്റിൽ മീറ്റ് ചെയ്യുന്നുണ്ട്. ആ 2 പോയിന്റിനെയാണ് നമ്മൾ ഫോക്കസ് 1 എന്നും ഫോക്കസ് 2 എന്നും പറയുന്നത്. ഓക്കെ, അത് നമുക്ക് F1നെയും F2നെയും നമുക്ക് ഫോക്കൽ പോയിന്റ്സ് എന്ന് പറയാം. ഇനി ഈ ഫോക്കൽ പോയിന്റ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ കർവ്, അതായത് എലിപ്സ് എന്നുള്ള ഈ കർവിലെ ഏതൊരു പോയിന്റ് എടുത്താലും ആ പോയിന്റിൽ നിന്ന് F1ലേക്കുള്ള ദൂരം F2ലേക്കുള്ള ദൂരം തമ്മിൽ കൂട്ടിയാൽ നമുക്ക് എപ്പോഴും മേജർ ആക്സിസിൻ്റെ ലെങ്ത് കിട്ടും. അതായത് F1ഉം Pയും തമ്മിലുള്ള ഡിസ്റ്റൻസ്, അതായത് F1P പ്ലസ് F2ഉം Pയും തമ്മിലുള്ള ഡിസ്റ്റൻസ്, അതായത് F2P. അപ്പോൾ F1P പ്ലസ് F2P അതിൻ്റെ രണ്ടിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ABക്ക് ഈക്വൽ ആയിരിക്കും, അതായത് മേജർ ആക്സിസിനോട് തുല്യമായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ക്ലിയർ ആയിട്ടുള്ള പിക്ചർ എന്ന് പറയുന്നത്. ഇതാണ് എലിപ്സിൻ്റെ മേജർ ആക്സിസ്, മൈനർ ആക്സിസ്, ഡയറക്ട്രിക്സ് പുറത്തുള്ള ഒരു ഫിക്സഡ് ആയിട്ടുള്ള ലൈനാണ്. അതുപോലെ തന്നെ ഈ ഡയറക്ട്രിക്സ് ഈ മേജർ ആക്സിസുമായിട്ട് പെർപെൻഡിക്കുലർ ആണ്. മൈനർ ആക്സിസ് ഡയറക്ട്രിക്സുമായിട്ട് പാരലൽ ആണ് ഉള്ളത്. ഓക്കെ, ഇനി 2 ഫോക്കസുകളുണ്ട്, F1 ആൻഡ് F2. ഇനി വെർട്ടെക്സ് എന്ന് പറഞ്ഞ ഇവിടെ കാണിച്ചിരിക്കുന്നത്, വെർട്ടെക്സ് എന്ന് പറയുന്നത് എലിപ്സും മേജർ ആക്സിസും തമ്മിൽ മേക്ക് ചെയ്യുന്ന പോയിന്റ് ആണ് വെർട്ടെക്സ്. അതായത് എയും ബിയും ഈ എലിപ്സിൻ്റെ 2 വെർട്ടെക്സുകളാണ്. ഓക്കെ, ഇനി ഇവിടെ ടാൻജൻറ്റ് കാണിച്ചിട്ടുണ്ട്. ടാൻജൻറ്റ് എന്ന് പറയുന്നത് T1 ആണ്. ടാൻജൻറ്റ് എന്ന് പറയുന്നത് എലിപ്സിൻ്റെ ഏതൊരു പോയിന്റ് എടുത്താലും, എലിപ്സിൻ്റെ പുറമുള്ള ഏതൊരു പോയിന്റ് എടുത്താലും ആ ഒരൊറ്റ സിംഗിൾ പോയിന്റിനെ ടച്ച് ചെയ്ത് നമ്മൾ പുറത്തൂടെ വരയ്ക്കുന്ന ലൈനാണ് ടാൻജൻറ്റ്, അതായത് T1. ഇനി ഇവിടെ N എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നതാണ് നോർമൽ എന്ന് പറയുന്നത് എപ്പോഴും ടാൻജൻറ്റിനോട് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഈ ടാൻജൻറ്റിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് F1ഉം അതുപോലെ Pയും F2ഉം, അതായത് ഒരു പോയിന്റ് 2 ഫോക്കസുകളായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളിനെ കറക്റ്റായിട്ട് ബൈസെക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ കറക്റ്റായിട്ട് 2ആയിട്ട് ഭാഗിക്കുക എന്നുള്ള ഫങ്ഷനും കൂടെ ചെയ്യുന്നത് ഇവിടെ നോർമലാണ്. ഇനി ഫോക്കൽ റേഡിയൈ എന്ന് പറയുന്നത് പരിചയപ്പെടാം. ദ ഡിസ്റ്റൻസ് ഫ്രം പോയിന്റ് P ഓൺ ദ കർവ് ടു ദ ഫോക്കൽ പോയിന്റ് F1 ആൻഡ് F2 ആർ കോൾഡ് ഫോക്കൽ റേഡിയൈ. സം ഓഫ് ദ ഫോക്കൽ റേഡിയൈ ഈസ് ഈക്വൽ ടു ദ മേജർ ആക്സിസ്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഇവിടെ നമ്മൾ ഏത് കർവിൻ്റെ പുറമേയുള്ള ഏതൊരു പോയിന്റ് എടുത്താലും ആ പോയിന്റിൽ നിന്ന് 2 ഫോക്കസുകളിലേക്കും വരയ്ക്കുന്ന ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഫോക്കൽ റേഡിയൈ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് P1 F1 എന്ന് പറയുന്നതും P1 F2 എന്ന് പറയുന്നത് എന്താണ്, ഫോക്കൽ റേഡിയൈ ആണ്. ഇനി ഫോക്കൽ റേഡിയൈകളുടെ സം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അത് രണ്ടും കൂടെ കൂട്ടിയാൽ നമുക്ക് കിട്ടുന്നത് മേജർ ആക്സിസിൻ്റെ ഡിസ്റ്റൻസിനോട് തുല്യമായിരിക്കും. ഓക്കെ, അതായത് F1 P1 പ്ലസ് P1 F2 ഇസ് ഈക്വൽ ടു AB. ഇനി എസെൻട്രിസിറ്റി എന്ന് പറയുന്നത് എന്താ നോക്കാം. The ratio between the distance from the vertex to the focus and vertex to the directrix is called the eccentricity. അതായത് നമ്മൾ വെർട്ടെക്സ് എന്നുള്ള പറയുന്നത് എന്ത് തന്നെയാണ്, ഈ എലിപ്സിൻ്റെ ഒരു പോയിൻ്റാണ് വെർട്ടെക്സ്. ഓക്കെ, അപ്പോൾ ഈ വെർട്ടെക്സിൽ നിന്ന് നമ്മൾ F1 എന്നുള്ള അല്ലെങ്കിൽ ഫസ്റ്റ് ഫോക്കസിലേക്കുള്ള ദൂരം എടുക്കുക, അതായത് F1. അതിനെ നമ്മൾ ഇവിടുത്തെ ഡയറക്ട്രിക്സുമായിട്ടുള്ള ദൂരം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അതായത് AO. അതിൻ്റെ രണ്ടിനെയും കൂടെ റേഷ്യോ ആണെന്ന് പറയുന്നത് എസെൻട്രിസിറ്റി എന്ന് പറയുന്നത്. അതായത് AF1 ഡിവൈഡഡ് ബൈ A0 അല്ലെങ്കിൽ AO ഇസ് ഈക്വൽ ടു എസെൻട്രിസിറ്റി. ഇനിയിപ്പോൾ നമുക്ക് എസെൻട്രിസിറ്റി വെർട്ടെക്സിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, നമുക്ക് ഇവിടെ ഈ പോയിന്റിൻ്റെ കേസിലും പറയാം. എങ്ങനെയാ, P1 F1 ഡിവൈഡഡ് ബൈ P1M ഇസ് ഈക്വൽ ടു എസെൻട്രിസിറ്റി. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതൊരു പോയിന്റ് എടുത്താലും ആ പോയിന്റിലൊക്കെ നമുക്ക് എസെൻട്രിസിറ്റി കണ്ടുപിടിക്കാം. എന്ത് ചെയ്താൽ മതി, ആ പോയിന്റും ഫോക്കസും തമ്മിലുള്ള ദൂരം നോക്കുക, അതിന് ആ പോയിന്റും ഡയറക്ട്രിക്സും തമ്മിലുള്ള ദൂരം കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ആ ഒരു കാര്യം ചെയ്താൽ നമുക്ക് എപ്പോഴും അതിൻ്റെ എസെൻട്രിസിറ്റി കണ്ടുപിടിക്കാൻ പറ്റും.
The endpoints of the major axis on the curve are called vertex. അപ്പോൾ വെർട്ടെക്സ് എന്ന് പറയുന്നത് ഇതാണ്, ഈ എൻഡ് പോയിന്റ്സ്, അതായത് മേജർ ആക്സിസ് ടച്ച് ചെയ്യുന്ന കർവിൻ്റെ എൻഡ് പോയിന്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വെർട്ടെക്സ് എന്ന് പറയുന്നത്. അതായത് എ ആൻഡ് ബി ആർ ദ വെർട്ടെക്സ്. ഇനി ടാൻജൻറ്റ് ആൻഡ് നോർമൽ ടു ദ എലിപ്സ്. നമ്മൾ പറഞ്ഞു ടാൻജൻറ്റ് എന്ന് പറയുന്നത് എലിപ്സിൻ്റെ ഏറ്റവും പുറമേ ഉള്ള ഒരൊറ്റ സിംഗിൾ പോയിന്റിൽ ടച്ച് ചെയ്ത് വരയ്ക്കുന്ന ലൈനാണ് ടാൻജൻറ്റ്. അതിന് നേരെ പെർപെൻഡിക്കുലർ ആയിട്ട് 90 ഡിഗ്രിയിൽ വരയ്ക്കുന്നതാണ് നോർമൽ. ഓക്കെ, ഇനി നോർമൽ F1 പി F2നെ ബൈസെക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞു. അതായത് ഇതിൻ്റെ ഇടയിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് കറക്റ്റായിട്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ നോർമൽ ഹെൽപ്പ് ചെയ്യുന്നു. ഇനി ഒരു ചോദ്യം ചെയ്യാം, എങ്ങനെ നമുക്ക് ഒരു എലിപ്സ് വരയ്ക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ എലിപ്സ് വരയ്ക്കാൻ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് മെത്തേഡാണ് കൺസ്ട്രക്ട് ആൻ എലിപ്സ് ബൈ കോൺസെൻട്രിക് മെത്തേഡ്. അതായത് കോൺസെൻട്രിക് സർക്കിൾ മെത്തേഡ് യൂസ് ചെയ്തിട്ട് എങ്ങനെ ഒരു എലിപ്സ് വരയ്ക്കുക എന്നുള്ളതാണ് ചോദ്യം. അതിന് വേണ്ടിയിട്ട് നമുക്ക് മേജർ ആക്സിസിൻ്റെ ലെങ്ത്തും അതുപോലെ തന്നെ മൈനർ ആക്സിസിൻ്റെ ലെങ്ത്തും, അതായത് വലിയ ആക്സിസിൻ്റെയും ചെറിയ ആക്സിസിൻ്റെയും ലെങ്ത്ത് തന്നിട്ടുണ്ട്. വലുത് 80 ചെറുത് 40 ആണ്. അങ്ങനെയെങ്കിൽ എങ്ങനെ നമുക്ക് ഒരു എലിപ്സ് വരയ്ക്കാൻ നോക്കാം. ഡ്രോ ദ മേജർ ആക്സിസ് എ ബി. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എ ബി എന്നുള്ള മേജർ ആക്സിസ് വരയ്ക്കുകയാണ്. അതിൻ്റെ ലെങ്ത്ത് എത്രയാണ്? 80. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു ഹൊറിസോണ്ടൽ ആയിട്ടുള്ള 80 മില്ലിമീറ്റർ ഉള്ള ഒരു ലൈൻ വരയ്ക്കുക. ആൻഡ് മൈനർ ആക്സിസ് സി ഡി 60 മില്ലിമീറ്റർ ബൈസെക്റ്റിംഗ് അറ്റ് റൈറ്റ് ആംഗിൾ അറ്റ് ഓ. അതിനുശേഷം ഈ എ ബി എന്നുള്ള ലൈനിനെ കറക്റ്റായി സെൻട്രലിൽ വെച്ചിട്ട് ഒരു പെർപെൻഡിക്കുലറായിട്ട്, അതായത് എ ബിക്ക് പെർപെൻഡിക്കുലറായിട്ട് സി ഡി എന്നുള്ള ലൈൻ വരയ്ക്കുക. ആ ലൈനിൻ്റെ ലെങ്ത്താണ് 60 മില്ലിമീറ്റർ. അപ്പോൾ എ ബി വരച്ചിട്ട് അതിൻ്റെ സെൻറ്ററിൽ വെച്ചിട്ട് സി ഡി എന്നുള്ള 60 മില്ലിമീറ്റർ ഉള്ള ഒരു ലൈൻ വരയ്ക്കുക. O as center, OA and OC as radius. Draw two concentric circles. അതിനുശേഷം നമ്മൾ O സെൻറ്റർ ആക്കി വെച്ചിട്ട് OA റേഡിയസ് എടുക്കുക. അതായത് OA എന്ന് പറയുന്നത് എന്താണ്? മേജർ ആക്സിസിൻ്റെ പകുതി. OA റേഡിയസ് ആക്കി വെച്ചിട്ട് ഒരു സർക്കിൾ വരയ്ക്കുക. അതുപോലെ തന്നെ അടുത്തത് OCS റേഡിയസ്. OC എന്ന് പറയുന്നത് എന്താണ്? മൈനർ ആക്സിസ് ആണ് അല്ലേ? അപ്പം മൈനർ ആക്സിസിൻ്റെ പകുതി എടുത്തിട്ട് നമ്മൾ ഉള്ളിലൊരു സർക്കിൾ വരയ്ക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് സർക്കിൾസ്, ഒന്ന് പുറത്തുള്ള സർക്കിളും ഒന്ന് ഉള്ളിലൊരു സർക്കിളും കിട്ടി. ഓക്കെ, ഡ്രോ എ നമ്പർ ഓഫ് റേഡിയൽ ലൈൻസ് ത്രൂ ഓ സേ 12 കട്ടിങ് ദ 2 സർക്കിൾസ്. അതിനുശേഷം ഈ ഓയിലൂടെ ഈ രണ്ട് സർക്കിളിനെയും കട്ട് ചെയ്യത്തക്ക രീതിയിൽ 12 ലൈനുകൾ വരയ്ക്കുക. ഓക്കെ, അപ്പം എല്ലാം ഈക്വൽ ആംഗിളിലായിരിക്കണം ഡിവൈഡ് ചെയ്യേണ്ടത്. അങ്ങനെ ഈ രണ്ട് സർക്കിളിനെയും ഡിവൈഡ് ചെയ്യാം. മാർക്ക് ദ പോയിന്റ് ഓൺ ദ ഔട്ടർ സർക്കിൾ ആസ് എ ബി സി. എന്നിട്ട് ഈ ഏറ്റവും പുറമേ ഉള്ള സർക്കിളിൽ ഈ ലൈൻസ് മീറ്റ് ചെയ്യുന്ന പോയിന്റുകളെ എ ബി സി ഡി അങ്ങനെ നമ്മൾ എച്ച് വരെ മാർക്ക് ചെയ്യുക. സിമിലർലി മാർക്ക് ദ കറസ്പോണ്ടിങ് ഇൻ്റർസെക്റ്റിംഗ് പോയിന്റ് ഓൺ ഇന്നർ സർക്കിൾ. അതായത് അതിനുശേഷം ഉള്ളിലുള്ള സർക്കിളിലും ഈ മീറ്റിംഗ് പോയിന്റ്സിനെ നമ്മൾ എ ഡാഷ് ബി ഡാഷ് സി ഡാഷ് എന്ന് നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എച്ച് ഡാഷ് വരെ മാർക്ക് ചെയ്യുക. From points such as A, B, C, draw lines parallel to minor axis. അതിൽ നിന്ന് എ ബി സി, അതായത് എയിൽ നിന്നും അതുപോലെ ബിയിൽ നിന്നും സിയിൽ നിന്നും ഡിയിൽ നിന്നും ഇത്തരത്തിലുള്ള എല്ലാ പോയിൻറ്റ്സിൽ നിന്നും ഈ മൈനർ ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ലൈനുകൾ നേരെ വെർട്ടിക്കലായിട്ട് വരയ്ക്കുക. ഓക്കെ, അതായത് എയിൽ നിന്ന് വരയ്ക്കുന്ന ലൈന് മൈനർ ആക്സിസിന് പാരലൽ ആയിട്ട് വേണം, ബിയിൽ നിന്നും പാരലൽ ലൈൻ, സിയിൽ നിന്നും പാരലൽ ലൈൻ, അങ്ങനെ എല്ലാ ഔട്ടർ സൈഡിലുള്ള പോയിന്റ്സിൽ നിന്നും മൈനർ ആക്സിസിന് പാരലലായിട്ട് ലൈൻസ് വരയ്ക്കാം. അതിനുശേഷം ഫ്രം പോയിന്റ്സ് സച്ച് ആസ് എ ഡാഷ് ബി ഡാഷ് സി ഡാഷ് ഡ്രോ ലൈൻസ് പാരലൽ ടു ദ മേജർ ആക്സിസ്. അതിനുശേഷം എന്ത് ചെയ്യാം? ഇവിടെ ഉള്ളിലുള്ള സർക്കിളിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് നമ്മൾ എന്ത് ചെയ്യാം? പാരലൽ ലൈൻസ് വരയ്ക്കുക. അപ്പോൾ ഈ പാരലൽ ലൈൻസ് എന്ന് പറയുന്നത് മേജർ ആക്സിസിന് പാരലായിട്ടുള്ള ലൈൻസ് വേണം വരയ്ക്കാൻ. അതായത് എയിൽ നിന്ന് വരയ്ക്കുന്ന എല്ലാ
ലൈൻ എന്ന് പറയുന്നത് മേജർ ആക്സിസിന് പാരലലാണ്. അതുപോലെ ബി ഡാഷിൽ നിന്ന് വരയ്ക്കുന്നത് മേജർ ആക്സിസിന് പാരലലാണ്. അതുപോലെ ഡി ഡാഷിൽ നിന്ന് വരയ്ക്കുന്നത് മേജർ ആക്സിസിന് പാരലലാണ്. അങ്ങനെ ഇത്തരത്തിലുള്ള പാരലൽ ലൈൻസുകളെല്ലാം നമ്മൾ വരയ്ക്കും. അപ്പോൾ ഈ പെർപെൻഡിക്കുലർ ലൈനും പാരലൽ ലൈനും കൂടെ മീറ്റ് ചെയ്തിട്ട് നമുക്ക് ഓരോ പോയിന്റുകൾ കിട്ടും. P1, P2, P3, P4, P5, P6, P7, P8 അങ്ങനെ 8 പോയിന്റ്സ് കിട്ടും. അതിനുശേഷം ഈ പോയിന്റ്സുകളെല്ലാം കൂടെ നമ്മൾ ജോയിൻ ചെയ്ത് വരയ്ക്കാം. ഓക്കെ, അതായത് എ, P1, P2, C, P3, P4, B, P5, P6, D, P7, P8 ആൻഡ് എ, അങ്ങനെ ഒരു എലിപ്സ് കംപ്ലീറ്റ് ചെയ്ത് കിട്ടും. ഇതാണ് നമ്മൾ കോൺസെൻട്രിക് സർക്കിൾ മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഒരു എലിപ്സ് വരയ്ക്കാനുള്ള മെത്തേഡ്. ഓക്കെ, ഈ ചിത്രത്തിൽ നമുക്ക് കൂടുതലായിട്ട് വിശദമായിട്ട് കാണാൻ പറ്റും. അതായത് ഇത് മേജർ ആക്സിസ് ആണ്, അല്ല മൈനർ ആക്സിസ് ആണ്. സി ഡി എന്ന് പറയുന്നത് മൈനർ ആക്സിസ് ആണ്. എ ബി എന്ന് പറയുന്നത് മേജർ ആക്സിസ് ആണ്. എ എന്ന് പറയുന്നത് മേജർ ആക്സിസിൻ്റെ പകുതിയാണ്. ബി എന്ന് പറയുന്നത് മൈനർ ആക്സിസിൻ്റെ പകുതിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ പോയിന്റുകളിലൂടെ മേക്ക് ചെയ്യുന്നത്. ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് എ ബി വരയ്ക്കുക, അതിന് പെർപെൻഡിക്കുലറായിട്ട് സി ഡി വരയ്ക്കുക. അതിനുശേഷം എ ബി എന്നുള്ള ഡിസ്റ്റൻസ് എടുത്തിട്ട് ഒരു സർക്കിൾ വരയ്ക്കുക. അതിനുശേഷം ഒ സി എന്നുള്ള ഡിസ്റ്റൻസ് എടുത്തിട്ട് ഒരു സർക്കിൾ വരയ്ക്കുക. എന്നിട്ട് ഇതിനെ രണ്ടിനെയും കൂടെ കട്ട് ചെയ്യത്തക്ക രീതിയിൽ 12 ലൈനുകൾ മേക്ക് ചെയ്യുക. ഈക്വൽ ആംഗിളിൽ നമ്മൾ വരച്ചെടുക്കുക. അതിനുശേഷം ഈ പുറമേ മീറ്റ് ചെയ്ത പോയിന്റുകൾക്ക് എ ബി സി ഡി എന്ന് എച്ച് വരെ പേര് കൊടുക്കുക. ഉള്ളിൽ നമ്മൾ മീറ്റ് ചെയ്ത പോയിന്റുകൾക്ക് എ ഡാഷ് ബി ഡാഷ് എന്ന് പറഞ്ഞിട്ട് എച്ച് ഡാഷ് വരെ പേര് കൊടുക്കുക. അതിനുശേഷം ബിയിൽ നിന്ന് മൈനർ ആക്സിസിന് പാരലലായിട്ടുള്ള ലൈൻസ് വരയ്ക്കുക. എ ബി സി ഡി അങ്ങനെ എല്ലാ പോയിന്റ്സിൽ നിന്നും മൈനർ ആക്സിസിന് പാരലലായിട്ടുള്ള ലൈൻസ് വരയ്ക്കുക. അതിനുശേഷം ഇന്നർ ആംഗിൾ ആയിട്ടുള്ള ഇന്നർ പോയിന്റ് ആയിട്ടുള്ള എ ഡാഷിൽ നിന്ന് മേജർ ആക്സിസിന് പാരലലായിട്ടുള്ള ലൈൻസ് വരയ്ക്കുക. ആ ലൈൻസ് എല്ലാം കൂടി മീറ്റ് ചെയ്തിട്ട് നമുക്ക് P1, P2, P3, P4, P5, P6, P7, P8 എന്നുള്ള പോയിന്റ്സ് കിട്ടും. അവിടെ എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ആ പോയിന്റുകളെ ജോയിൻ ചെയ്യുക. എ, P1, P2, C, P3, P4, B, P5, P6, D, P7, P8, A. അങ്ങനെയാണ് നമ്മുടെ ഈ ഒരു എലിപ്സ് കംപ്ലീറ്റ് ചെയ്ത് കിട്ടുക. ഓക്കെ.